എല്ലാരും നമ്മളെ ഖബറിൽ കൊണ്ടുവച്ചിട്ട് മടങ്ങും. എല്ലാവരും തിരിഞ്ഞു പോകും, കണ്ണുനീര് തുടച്ചു കളയും. പിന്നെ കരഞ്ഞുകൊള്ളണമെന്നില്ല, പിന്നെ നമ്മളെ ഓർത്തുകൊള്ളണമെന്നില്ല, പിന്നെ നമ്മളെ പറഞ്ഞുകൊള്ളണമെന്നില്ല. നമ്മളെ ഖബറടക്കുന്നതിൽ ഭൂരിപക്ഷം ആളുകളും പിന്നെ ഒരിക്കൽ പോലും നമ്മുടെ ഖബറിൽ വരൂല. അറിയുമോ, നാട്ടിലെത്ര ഖബറുകളാണ് നിങ്ങൾ അടക്കിയത്? ആ ഖബറടക്കത്തിന് കൂടിയതിൽ നിന്ന് എത്രയാള് പിന്നെ ഖബറുകൾ വന്നിട്ടുണ്ട്? ചെറിയൊരു ശതമാനമല്ലേ പിന്നെ പോകുന്നുള്ളൂ. മക്കള് പോയെങ്കിലായി, വാപ്പ പോയെങ്കിലായി, അടുത്ത കൂട്ടുകാര് പോയെങ്കിലായി. നമ്മളെ ഖബറടക്കാൻ 1000 ആളുണ്ടായി. പിന്നെ ഖബറുകളിലേക്ക് ഒരിക്കലെങ്കിലും വരുന്ന 100 പേരെങ്കിലും ഉണ്ടാകുമോ? ഇല്ലല്ലോ. പിന്നെ നമ്മൾ വഹ്ശത്തിലല്ലേ, വന്യതയിലല്ലേ. അവിടെ കിടക്കുമ്പോൾ ഖബറിന്റെ ഉള്ളിൽ നിന്ന് മദീനയുടെ രാജാവിനെ കാണാൻ തുടങ്ങിയാൽ അത് വഹ്ശത്തല്ല, അതൊരു പ്രണയത്തിന്റെ ലോകമാണ്. അവിടെ എത്ര കാലം കിടന്നാലും മടുപ്പില്ല. അതാണ് നൗമത്തിൽ അറൂസ്. മണവാളൻ കിടക്കും പോലെ കിടന്നോന്ന് പറഞ്ഞാൽ മണവാളൻ സമയം പോണതറിയില്ല, പുതിയാപ്പള നേരം പോണതറിയില്ല. പുതിയ പെണ്ണിനെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയം പോണതറിയില്ല. അതുപോലെ ഖബറിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുകൊണ്ട് കിടക്കുന്ന ഖബർ 1000 കൊല്ലം കിടന്നാലും 2000 കൊല്ലം കിടന്നാലും അതിൽ മടുപ്പില്ല. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഖബറിൽ കിടക്കുന്നു, മടുപ്പില്ല. കാരണം പുണ്യഭൂമേനിയെ കണ്ട് തൊട്ട് ചേർന്ന് കിടക്കുകയാണ്. അവർക്ക് വഹ്ശത്തിന്റെ ഖബറല്ല, അത് ലദ്ദത്തിന്റെ ഖബറാണ്, അത് രസത്തിന്റെ ഖബറാണ്. അതുപോലെ നമ്മളെയും നാളെ ജനങ്ങൾ ഖബറിൽ കൊണ്ടുവച്ചിട്ട് പോരുമ്പോൾ ആ കൂരിരുട്ടുള്ള ഖബറിന്റെ ഉള്ളിലേക്ക് ഇദാ തഖലഅ ഹാദൽ ബദറുൽ മുനീർ, ബദറുൽ മുനീറായ പുണ്യനബി തങ്ങൾ വരണം. പിന്നെ ഇരുട്ടിൽ ഇന്ന ബൈതൻ അൻത സാകിനോ ലൈസ മുഹ്താജൻ ഇല സുറുജി. തങ്ങൾ വരുന്ന ഖബറിൽ പിന്നെ വെളിച്ചം വേറെ ആവശ്യമില്ലല്ലോ. അങ്ങനെ വെളിച്ചമുള്ള ഖബറായി മാറും, പിന്നെ രസമുള്ള കാഴ്ചയായി മാറും. അല്ലാഹുവേ, അങ്ങനത്തെ ഒരു ഖബർ ഞങ്ങൾക്ക് തരണം റഹ്മാനേ. ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്നതിന് മുമ്പ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖൽബ് നിറഞ്ഞ് കണ്ണ് നിറച്ച് കണ്ടിങ്ങനെ സന്തോഷിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം അല്ലാഹ്. മരണം